ഗസയിൽ യുദ്ധം മുറുകുന്നു. എല്ലാ പരിധികളും ലംഘിച്ചാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത്. സുരക്ഷിത പ്രദേശമെന്ന് ഇസ്രായേൽ തന്നെ പ്രഖ്യാപിച്ച മേഖലയിൽ പോലും കനത്ത ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഇതിനെതിരെ ഇസ്രായേലിനെ പിന്തുണച്ചവർ പോലും എതിർപ്പുമായി രംഗത്തു വന്നു. അതിനിടയിൽ ഗാസയിൽ വെടിനിർത്തലിനു വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും നേതൃത്വത്തിലാണ് ഏറ്റവും ഒടുവിൽ വെടിനിർത്തൽ ചർച്ച നടക്കുന്നത്. ഈ ചർച്ചകളെ ലോകം പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ചർച്ചകൾ നടക്കുമ്പോഴും ഗസയിലെ ജനങ്ങൾക്കുമേൽ കനത്ത ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. അതിനിടെ ഖാൻ യൂനൂസിലെ അൽ മവാസിയിൽ നടന്ന ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് ഏകദേശം 90 പലസ്തീനികളാണ്. 10 ദിവസത്തിനിടെ 8 UN സ്കൂളുകളും ആക്രമിക്കപ്പെട്ടു. ഗാസ മുനമ്പിലെ ആക്രമണം ശക്തമായ വെടിനിർത്തൽ കരാറിലെത്താനുള്ള ശ്രമങ്ങൾ അട്ടിമറിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന് ഹമാസ് ആരോപിക്കുന്നു. ഇസ്രായേൽ ഗസ ആക്രമണവുമായി മുന്നോട്ടു പോകുന്നതിൽ മറ്റൊരു ലക്ഷ്യമുണ്ടെന്ന വിലയിരുത്തലാണ് വിദഗ്ധരുള്ളത്. ഇത് ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നിലനിൽപ്പിനു വേണ്ടിയാണ്. ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ അപ്രതീക്ഷിത നീക്കത്തിൽ നെതന്യാഹുവിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടിരുന്നു. ഇത് തിരിച്ചുപിടിക്കാൻ ഇതുവരെ നെതന്യാഹുവിന് സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഹമാസ് പിടികൂടിയ ബന്ദികളെ മോചിപ്പിക്കാനും ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് രാജ്യത്ത് നെതന്യാഹുവിനെതിരെ ഉയരുന്നത്. നെതന്യാഹുവിനെയും തീവ്ര വലതുപക്ഷ സർക്കാരിനെയും പുറത്താക്കാനുള്ള മുറവിളികളും ഇസ്രായേലിൽ ശക്തമാണ്. ഗാസയിൽ നടക്കുന്ന അധിനിവേശം അവസാനിക്കുന്നതോടെ നെതന്യാഹുവിന് തൻ്റെ അധികാര കസേര നഷ്ടമാകുമെന്നാണ് വിലയിരുത്തൽ. ചിലപ്പോൾ വിചാരണ പോലും നെതന്യാഹു നേരിടേണ്ടി വന്നേക്കും. അതുകൊണ്ടാണ് ഗസ ആക്രമണത്തിൽ നിന്ന് നെതന്യാഹു പിന്നോട്ടു പോകാത്തതെന്നാണ് വിലയിരുത്തൽ. ഗസയിൽ വംശഹത്യ നടത്തി പ്രതിച്ഛായ വീണ്ടെടുക്കാനാണ് നെതന്യാഹുവിൻ്റെ ശ്രമം. എന്നാൽ ഇത് നെതന്യാഹുവിനും വീണ്ടും തിരിച്ചടിയാവുകയാണ്. ഹമാസിനെ നശിപ്പിക്കുകയെന്ന ലക്ഷ്യം സൈനിക വക്താവ് പോലും എഴുതിത്തള്ളുന്നു. അതിനുശേഷവും ആക്രമണവുമായി മുന്നോട്ടു പോകുന്നതിന് പിന്നിൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നതിനു വേണ്ടിയുള്ള നെതന്യാഹുവിൻ്റെ തന്ത്രമാണെന്നാണ് വിലയിരുത്തൽ. ആക്രമണം നീണ്ടുപോയാൽ അത്രയും കാലം പ്രധാനമന്ത്രിയായി തുടരാൻ കഴിയുമെന്ന ലക്ഷ്യമാണ് നെതന്യാഹുവിനുള്ളത്. ഹമാസിനെ തകർക്കുകയെന്ന ലക്ഷ്യവുമായാണ് ഇസ്രായേൽ സൈന്യം ഗാസയിലേക്ക് കടന്നുകയറത്. ഹമാസിനെ പൂർണ്ണമായി തുടച്ചു നീക്കുമെന്ന് നെതന്യാഹു ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ അടുത്തിടെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ പ്രധാന വക്താവ് ഡാനിയൽ ഹഗാറി ഹമാസിനെ പൂർണ്ണമായും തീർക്കാൻ കഴിയില്ലെന്ന് തുറന്നു പറഞ്ഞിരുന്നു. നെതന്യാഹുവിനെതിരെ പാളയത്തിൽ തന്നെ പടയുണ്ടെന്ന സൂചനയാണ് ഈ പ്രസ്താവന നൽകുന്നത്. മാത്രമല്ല, നെതന്യാഹുവിന് ഈ തുറന്നു പറച്ചിലിൽ വലിയ പ്രതിരോധം സൃഷ്ടിച്ചു. ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന പിന്തുണയാണ് ഈ രാജ്യത്തിൻ്റെ വലിയ കരുത്ത്. അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇസ്രായേൽ ഗസയിൽ ആക്രമണം അഴിച്ചുവിട്ടത്. ഇതിൻ്റെ പശ്ചാത്തല രാജ്യത്തിനും ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇസ്രായേലിനെതിരെ രംഗത്തുമുണ്ട്. എന്നാൽ അവരുടെ എതിർപ്പ് എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് പറയാനാവില്ല. പലപ്പോഴും നെതന്യാഹുവിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ പണവും ആയുധവുമാണ് അമേരിക്ക നൽകുന്നത്. ഓരോ വർഷവും നൽകുന്ന $330 കോടി പുറമെയാണ് നിലവിലെ സഹായങ്ങൾ. നേരത്തെയും ഇസ്രായേൽ സമാധാന ശ്രമങ്ങളും ആക്രമണവും ഒരുമിച്ച് നടത്തിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ രീതിയാണിത്. 2002-ലെ രണ്ടാം ഇന്തിഫാദയിൽ അധിനിവേശിച്ച വെസ്റ്റ് ബാങ്കിൽ ഭരണത്തിലുണ്ടായിരുന്ന ഫത്താ പാർട്ടി വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഗസ സിറ്റിയിൽ ഹമാസ് നേതാവിൻ്റെ വീട്ടിൽ ഇസ്രായേൽ ബോംബിട്ടത്. 2006-ലെ ഹിസബുള്ളയുമായുള്ള 34 ദിവസത്തെ യുദ്ധത്തിലും ഇതുതന്നെ സംഭവിച്ചു. വെടിനിർത്തലിലേക്ക് എത്താറായതോടെ തെക്കൻ ലെബനിൽ 40 ലക്ഷത്തോളം ആയുധങ്ങളാണ് ഇസ്രായേൽ പ്രയോഗിച്ചത്. വടക്കൻ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിലെ ജനവാസയോഗ്യമല്ലാതാക്കി മാറ്റുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം.